സി ഇല്ലാത്തതിനാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇന്നലെ പുറത്താക്കി. ആരും പുറത്താക്കിയിട്ടൊന്നുമില്ല, പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ. കാരണം എ സി ഒന്നും ചെറുതായിട്ട് പണി എന്ന കാരണം പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ നേരെ അവർ പറഞ്ഞു ഇന്നത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹോട്ടൽ റൂമിലേക്ക് മാറി നമുക്ക് നാളെ തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രാത്രി പറക്കിക്കേട്ട് ഇറങ്ങി ഹോട്ടലിലേക്ക് പോയി. എ സി ഇല്ലാത്ത കാരണം ചൂടെടുത്ത് പണ്ടാരടങ്ങി പിന്നെ വിശപ്പ് വന്നാൽ പിന്നെ വിശന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. നേരെ പോയി ഒരു പിസയും വാങ്ങിച്ച് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ റൂമൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ വന്നപ്പോഴേ ഇക്കാരോട് പറഞ്ഞു ഇക്ക മണ്ടയിലത്തെ റൂം ചോദിച്ചു വാങ്ങരുത്, താഴത്തെ വല്ല ചോദിച്ചു വാങ്ങിച്ചോളൂ വന്ന്. എന്തോ ഞാൻ ഹൈറ്റിട്ട് അങ്ങോട്ട് സെറ്റ് ആവത്തില്ല. എനിക്ക് എപ്പോൾ ഹൈറ്റ് ഉണ്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാവും. അപ്പോൾ എന്നോടൊന്ന് പറയാം ചെറിയൊരു അബദ്ധം പറ്റി നമുക്ക് കിട്ടിയ 14th ഫ്ലോർ റൂമാണ്, നീ പേടിക്കുന്ന വേണ്ട, ഞാനില്ല നീ പേടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ എനിക്ക് പേടി തന്നെയാണെന്ന്. പേടിച്ച് നിൽക്കാൻ പറ്റുമോ? പോയല്ലേ പറ്റൂ. പിന്നെ പതുക്കെ വിൻഡോ ഒക്കെ തുറന്ന് നോക്കി പേടിയാവുന്ന പേടിയാവൂലായിരിക്കും. പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പേടിക്കരുത്, ഇതൊക്കെ ഫേസ് ചെയ്യണം. ഫേസ് ചെയ്തു. അങ്ങനെ ഒരു മൂവിയൊക്കെ കണ്ടിട്ട് സമയമൊക്കെ പോയി. അപ്പം നോക്കിയപ്പോൾ ഒരാൾ ഫോൺ വെച്ചിട്ട് താഴെ സൂം ചെയ്തു. നമ്മൾ ഇത്ര താഴെ നോക്കാം എന്താ ഉള്ളത് അവിടെ. അപ്പം നോക്കിയപ്പോൾ എത്ര വണ്ടി പോകണം സാർ എണ്ണി കളിക്കുന്നതായിരുന്നു. ഓരോരോ ഇത്. പിന്നെ ഉറങ്ങിയൊക്കെ എണീച്ച് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ആര് പറഞ്ഞു 1 മണിക്ക് എന്നെ ചെക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഓടിപ്പോയി കുളിച്ച് റെഡിയായി ചെക്കൗട്ട് ചെയ്ത്. അപ്പോഴാണ് നമ്മളിപ്പോഴും പുറത്ത് തന്നെ, കാരണം നമ്മളെ ശരിയായിട്ടില്ല. അപ്പം നമ്മൾ പുറത്ത് നിന്നേ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് 1 മണി. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ. എ സിയിലാണെങ്കിൽ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും പറ്റില്ല, അമ്മാതിരി ചൂടാണ്. പിന്നെ ഉച്ച സമയം കറുത്ത വണ്ടി കൂടെ അപ്പോൾ എല്ലാം ആയി. പിന്നെ ട്രെൻഡിയോളിനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, അത് പോയി വാങ്ങണം. അങ്ങനെ അതൊക്കെ പോയി വാങ്ങിച്ച് അപ്പോഴും നമുക്കറിയില്ല എന്ന് വെച്ചാൽ നമ്മളെ എ സി അപ്പോഴും പണി നടക്കുന്നതേ ഉള്ളൂ. അവരെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ശരിയാക്കാനുണ്ട്, പക്ഷെ ശരിയാവുന്നില്ല അങ്ങോട്ട്. പിന്നെ നമ്മളൊരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമ്മൾ നേരെ മുകളിലേക്ക് പോയി. അവിടെ പോയി എന്തെങ്കിലും ചെയ്തപ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നേരെ അവിടെ എന്തൊക്കെ താത്താർ അങ്ങോട്ടേക്ക് പോയി. അവിടെ പിള്ളേരുണ്ടല്ലോ, പിള്ളേരുടെ ഗെയിം കളിച്ചിരിക്കാമല്ലോ നമുക്ക്. പിന്നെ അവിടെ കുറേ നേരം പിള്ളേരെ കളിച്ചൊക്കെ ഇരുന്ന സമയമൊക്കെ ഇപ്പോൾ 6 മണി അതിൻ്റെ എ സി അങ്ങോട്ട് സെറ്റ് ആവില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അവർ ഒരുവിധം അതിനെ ഓക്കെ ആക്കി തന്നു നമുക്ക്. അന്നത്തെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് ടോട്ടലി 3 ദിവസമായി. അങ്ങനെ അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് അങ്ങോട്ട് ശരിയാവില്ല തന്നെ. പിന്നെ അവർ വിചാരിച്ചു എന്നെ കഷ്ടപ്പെടുന്നത്. അവർ പോയി പുതിയ എ സി വാങ്ങിച്ചു തന്ന്. പുതിയ എ സി അവർ വാങ്ങിച്ചിട്ട് അവർ വന്ന് ഫിറ്റാക്കി തന്ന്. അങ്ങനെ അതൊക്കെ ഫിറ്റാക്കി അവർ പോയി. ഇപ്പോൾ ഇതാണ് വീട്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ വൃത്തിയാണ്. നമ്മൾ വൃത്തിയൊക്കെ നമുക്കൊരു മടി, നമ്മൾ വൃത്തിയാക്കി നമ്മളെ വീടാണല്ലോ വൃത്തിയാക്കണമല്ലോ. അങ്ങനെ എ സി ഒക്കെ സെറ്റാക്കി അങ്ങനെ ഫൈനലി സമാധാനമായി. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.